അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ ഉപവാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച വിലയേറിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടെ ആണെങ്കിൽ അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പകലിലും ഇന്ന് പകലിലും കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലിലും ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച വിലയേറിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല വചനങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അത് ആഴമായി പതിക്കുകയും പ്രൈസ് ദി ലോർഡ് നമ്മൾ മാറേണ്ടിടത്ത് മാറുകയും അനുഗ്രഹം പ്രാപിക്കേണ്ടിടത്ത് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തും പുറത്തും ദൈവസഭയ്ക്കകത്തും നമ്മുടെ ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മേഖലകളിലൊക്കെ ഒരു വിടുതൽ നമുക്ക് തരാൻ പോകുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചേർന്ന് സമർപ്പിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായി അനുഗ്രഹിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനായി ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയെ ഞാൻ കുടുംബമായി വന്നു ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച വൻകൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി മുഖാന്തരങ്ങൾ ഒരുങ്ങിയ ഒരുപാട് ദൈവമക്കളുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രികാലമായിരിക്കാം. അതിനുവേണ്ടി ഇന്ന് രാത്രിയിലും ഒരു വാക്യം നമ്മൾ വായിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലിലും ഒക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൈവികമായ നിയോഗമുണ്ട്. ആ നിയോഗത്തിനനുസരിച്ച് ഇന്ന് രാത്രിയിലും ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണ്? നിന്റെ നിയോഗം എന്താണ്? എന്നെ ഇന്ന് രാത്രികാലം ദൈവസന്നിധി കൊണ്ടുവന്നത് വെറുതാവാകരുത്. നിന്റെ നിയോഗപ്രകാരമാണ് കൊണ്ടുവന്നതെങ്കിൽ ആ നിയോഗപ്രകാരം എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി വായിക്കാം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. തീ വീണു കാട് കത്തിയിട്ട് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം നൽകും. സ്തോത്രം. തീ കത്തിച്ചവൻ പകരം നൽകും. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയിട്ടുണ്ടെങ്കിൽ തീ കത്തിച്ചവൻ ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് പറയുകയാണ്, പകരം നൽകും. സ്തോത്രം. മോശെ മുഖാന്തരം ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമ്പോൾ ദൈവം അവിടെ പലയിടങ്ങളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പകരം നൽകും, അല്ലെങ്കിൽ പകരം കൊടുക്കും എന്നൊക്കെ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇപ്രകാരം ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിച്ച വാക്യം എങ്ങനെയാണ്? തീ വീണ് കാട് കത്തിയിട്ട്, സ്തോത്രം, കറ്റക്കൂട്ടമോ വിളവോ നിലവോ വെന്തുപോയിട്ടുണ്ടെങ്കിൽ തീ കത്തിച്ചവൻ നിനക്ക് പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? തീ വീണു. എന്ത് കത്തി? കാട് കത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീ വീഴുന്നത് എന്തിനാ? തീ കത്തിക്കുന്നത് എന്തിനാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കാട് കത്തി മാറാനാ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ കത്തി മാറാൻ വേണ്ടിയാണെന്ന് അവിടെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വൈഫിന്റെ വീട് സീതത്തോടിനടുത്ത, സീതത്തോടെന്ന് പറയാം, ബൗണ്ടറിക്കല്ല. സ്തോത്രം. വനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് നമ്മളവിടെ ഞങ്ങൾ താമസിക്കുന്നതായ ഭവനം. സ്തോത്രം. അവിടെ വലിയൊരു കാട.
മുമ്പോട്ട് പോയ ശബരിമല വനമാ. സ്തോത്രം. എന്നാൽ നമുക്ക് 2 വർഷം കൂടുമ്പം 3 വർഷം കൂടുമ്പം നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചിലയിടത്ത് നമുക്കറിയാം കാട് തന്നെ കത്തും. അത് ആ തീ ഇട്ടതാരാണ് നമുക്കറിയത്തില്ല. എത്രയോ ഏക്കറുകൾ എന്ത് ചെയ്യും, വെന്തുപോകും. സ്തോത്രം. എന്നാൽ ഇവിടെ ഫോറസ്റ്റുകാര് 2 വർഷം കൂടുമ്പോൾ വലിയ മരത്തിന്റെ ഇടയിൽ കിടക്കുന്ന കാടുകൾ മനഃപൂർവ്വം തീയിട്ട് എന്ത് ചെയ്യും, കത്തിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീ കത്തിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ആവശ്യമില്ലാത്ത കാടുകളൊക്കെ ഒന്ന് കത്തിമാറുമ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്നറിയാമോ? ചില സ്ഥലങ്ങളൊക്കെ തെളിഞ്ഞു വരും. ചില സ്ഥലങ്ങളൊക്കെ തെളിഞ്ഞു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇവർ ഈ തീ ഇടുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ, ചില തൈകൾ കവറിനകത്താക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ കാട് കത്തി തെളിയുന്ന സ്ഥലത്ത് അതുകൊണ്ട് നടാൻ വേണ്ടിയാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അതിൽ കൊണ്ട് ആത്മീയ കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. തീ കത്താമെങ്കിൽ, ചില സ്ഥലം തെളിയാമെങ്കിൽ, ദൈവം ചിലതിന് സംരംഭം കുറിക്കുന്ന രാത്രികാലമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാ. സ്തോത്രം. ഒരു പുതിയ പ്ലാന്റേഷൻ തുടങ്ങുവാൻ അവിടെ ഒരു തീയിട്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീയിട്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കത്തിമാറാമെങ്കിൽ അവിടെ ദൈവത്തിന് വേണ്ടി ചില സ്ഥലം തെളിയും. ഹല്ലേലൂയ. അവിടെ തെളിയുമ്പോൾ ദൈവ ചില പുതിയ തൈകൾ, പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ അവിടെ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ തീ വീഴുന്ന എന്തിനാണെന്നറിയാമോ? ആവശ്യമില്ലാത്ത കാടുകളൊക്കെ കത്തിമാറാനാ. ഞാൻ വിശ്വസിക്കുകയാണ് ഉപവാസ പ്രാർത്ഥനയിൽ തമ്പുരാൻ ഒരു തീ ഇട്ടിട്ടുണ്ട്. തീയിട്ടതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഉദ്ദേശം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്തതൊക്കെ കത്തിമാറാൻ. ഞാൻ വിശ്വസിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്ന ദൈവത്തിന്റെ മക്കൾ ഒരു വലിയ ആഗ്രഹത്തോടു കൂടെ ഇരുന്നത് ദിവസങ്ങൾ ആവശ്യമില്ലാത്ത കത്തിമാറിയിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കണമേ, ഒരു പുതിയ നന്മ വെളിപ്പെടണമേ, പുതിയ അനുഗ്രഹം വെളിപ്പെടണമേ, ഒരു പുതിയ സ്ഥലം തെളിയണമേ, അതിനകത്ത് ചിലത് വെളിപ്പെടണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു പുതിയ സ്ഥലം തെളിയും, ഒരു പുതിയ പ്ലാന്റേഷൻ തുടക്കമുണ്ടാകും, ചില തൈകൾ അവിടെ നട്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുക. ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നിടത്ത് ആവശ്യമില്ലാത്ത കാടിൻ്റെതായ അനുഭവങ്ങൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് കത്തി മാറേണ്ടതിനായി പ്രാർത്ഥിക്കാമോ? അത് കത്തി മാറിയാൽ അവിടെ ദൈവത്തിന് വേണ്ടി ചില സ്ഥലം തെളിയുമെന്ന്. അവിടെ ദൈവം ചിലത് തുടക്കം കുറിക്കും. ദൈവം ചില പ്രവർത്തികൾ അവിടെ ചെയ്യുമെന്ന. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുക, തീ വീണ് കാട് കത്തിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കറ്റയോ നിലമോ പ്രൈസ് ദി ലോർഡ് വിളവോ വെന്തുപോയിട്ടുണ്ടെങ്കിൽ തീ കത്തിച്ചവൻ എന്ത് ചെയ്യും? പകരം നൽകുമെന്ന. സ്തോത്രം. അങ്ങനെയെങ്കിൽ തീയിട്ട ഒരാളുണ്ടല്ലോ. ആമേൻ. തീ ഇടുന്ന ഒരാളുണ്ടല്ലോ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 49-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് പറയുക, ഞാൻ വന്നത് എന്തിനാ? ഭൂമിയിൽ തീയിടാനാ വന്നേ. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തും ചെയ്യണം. അപ്പോൾ തീയിടാമെന്നതാരാ? കർത്താവാ. തീയിട്ടവനൊരു ഉദ്ദേശമുണ്ട്. അതിത്തപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. നാളെ കത്താൻ ആഗ്രഹിക്കണ്ട.
ആമേ, നാളെ ഞാൻ കത്തുവെന്ന് പറയണ്ട. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ഇന്ന് രാത്രിയിൽ നീ കത്താമെങ്കിൽ, കത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഒരാത്മതീ എന്റെ മേൽ വീഴണമേ, ആ തീ എന്റെ മേൽ വീണൊന്ന് കത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, തീയിട്ടവൻ പറയാണ് ഇപ്പോഴേ കത്തട്ടെ. ഇന്ന് രാത്രിയിലല്ല, ഇന്നലെ കത്തി തുടങ്ങിയതാ. ഇന്ന് രാത്രിയിലും ആ തീ അടങ്ങിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ നടുവിൽ അത് കത്തിക്കൊണ്ടിരിക്കുക. കത്തിയിട്ടവൻ ദൈവമാ. അവന്റെ ആഗ്രഹം എന്താ? ഇപ്പോഴേ കത്തട്ടെ എന്നാ. ഉടറമന ഹതുനഗടക ശന്തര അധികാലവ ശൈതൽ ഖനവരാജല ഭൗഷാരിമാന അതുനാരിമാന വലവ ശന്തര. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരാത്മതീ കത്തുവാനായിട്ട്, പരിശുദ്ധാത്മാവാകുന്ന തീ കത്തുവാനായിട്ട് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ആമേൻ ആമേൻ. തീയിട്ടവന്റെ ആഗ്രഹം എന്താ? ഞാനും നീയും ആത്മാവിൽ കത്തണമെന്ന, ആത്മാവിൽ കത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ, തീയിട്ടവന്റെ ഉദ്ദേശം ഇന്ന് രാത്രികാലം നിറവേറുകയാ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മേഖല വേണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മേഖല തെളിയണം. ഇന്ന് രാത്രികാലം ദൈവം അതിനു വേണ്ടി തീടുകയാ. ആത്മാവാകിന്റെ തീട്ടുകൊണ്ട് ഇന്ന് രാത്രികാലം ആത്മാവിൽ നമ്മൾ കത്തുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രിയിൽ ഒരു തീ, ആമേൻ, ഈ PFG സഭയ്ക്കകത്ത് വീഴേണ്ടതിനായി, ചില ജനത്തിന്റെ ഹൃദയത്തിൽ ആ തീ വീഴേണ്ടതിനായി, ആത്മാവിന്റെ തീ വീഴേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വിലമേറിയവൻ. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും നിങ്ങളെ സ്നാനപ്പെടുത്താൻ വരികയാ. സ്തോത്രം. രാത്രികാല പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന നിന്റെ മേലൊരു തീ വീഴണമെന്ന. ഇതുവരെ ആ തീ വീണത്തില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം ആ തീ നിന്റെ മേൽ ഇടാൻ ആഗ്രഹിക്കുക. ആമേ, തീയുടെ സ്നാനം, തീയുടെ സ്നാനം. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാളിൽ 120 പേര് മാളിക മുറിയിൽ ഇരുന്നപ്പോൾ അവിടെ മേൽ ആ തീ ഇറങ്ങി വന്നെങ്കിൽ, അന്ന് കത്തിയത് ഇന്നും അണഞ്ഞിട്ടില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ അത് കത്തിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ ദൈവസന്നി കാത്തിരിക്കുന്ന ദൈവവൈതലേ, ദൈവസന്നി ഉപവസിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന്റെ ഉദ്ദേശം ഇന്ന് രാത്രി നിന്റെ മേലൊരു തീ ഇറങ്ങണമെന്ന, നിന്റെ വിഷയത്തിന്റെ മേലൊരു തീ ഇറങ്ങണമെന്ന, നിന്റെ ജീവിതത്തിന്റെ മേലൊരു തീ ഇറങ്ങണമെന്ന. Praise the Lord. Praise the Lord. Hallelujah. 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 അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, യെരൂശലേമിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വാങ്ങിപ്പോകരുത്. സ്തോത്രം. ഈ തീ ഇടാൻ വേണ്ടി ദൈവം ഉദ്ദേശിച്ചിരിക്കുക. അതുകൊണ്ട് യെരൂശലേമിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വാങ്ങിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം ഒലിവുമലയിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 500 പേർക്ക് പ്രത്യക്ഷനായെങ്കിലും, പ്രൈസ് ദി ലോർഡ്, 380 പേരും എന്ത് ചെയ്തു? മാറിപ്പോയി. സ്തോത്രം. ആലോചന കേട്ട എത്ര പേരാ? 500 പേരാ. പക്ഷേ 380 പേരും എന്ത് ചെയ്തു? മാങ്ങിപ്പോയി. സ്തോത്രം. എന്നാൽ 120 പേര് ദൈവത്തിന്റെ ആലോചന കേട്ടു, ദൈവത്തിന്റെ വചനം കേട്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എവിടേക്ക് വന്നു? യെരൂശലേമിലേക്ക് വന്നു. എന്തുകൊണ്ടാ ദൈവം ഒലിവുമലയിൽ വെച്ച് പറയാഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി എന്ന്? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി എന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞാൽ 500 പേര് അവിടെ ഇരിക്കും. സ്തോത്രം. എന്നാൽ ദൈവത്തിനറിയാം
10 ദിവസം കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾ 10 ദിവസം എന്ത് ചെയ്യണം? ആമേൻ, യെരൂശലേമിൽ ആമേൻ സെഗിയോൻ മാളിക മുറിയിൽ ആമേൻ എന്റെ വാഗ്ദത്തത്തിനായി, എന്റെ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനായി ആമേൻ എന്റെ വാക്കുകളുടെ ആമേൻ നിവർത്തീകരണത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. ആമേൻ പുതിയ നിയമസഭയുടെ ഉദ്ഘാടനത്തിന് ആരൊക്കെ വേണമെന്നുള്ളത് ആമേൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശമുള്ളവരെ അവിടെ ഇരിക്കത്തുള്ളൂ. ആ ഉദ്ദേശമുള്ളവരെ അവിടെ വരുത്തുള്ളൂ. ആമേൻ ആ ഉദ്ദേശമുള്ളവരെ ആ മാളിക മുറി കയറൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ജനിച്ചത് ബേത്ലഹേമില. കർത്താവ് വളർന്നത് നസ്രയത്തിലാ. കർത്താവിന്റെ ശുശ്രൂഷ യഹൂദയിലും ഗലീലയിലുമായിരുന്നു. എന്നാൽ കർത്താവ് മരിച്ചത് എവിടാ? യെരൂശലേമിലാ. ജനിച്ചിടത്തിരിക്കാനല്ല പറഞ്ഞേ, വളർന്നിടത്തിരിക്കാനല്ല പറഞ്ഞേ, സ്തോത്രം, ശുശ്രൂഷ ചെയ്ത ദേശത്തിരിക്കാനല്ല പറഞ്ഞേ, പിന്നെന്തുവാ? മരിച്ചെടുത്തിരിക്കാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എവിടെയാണോ കഷ്ടം അനുഭവിച്ചത് അവിടെ വന്നിരിക്കാനാ പറഞ്ഞത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് എൻ്റെ പ്രവൃത്തി ഞാൻ നിങ്ങളുടെ മേൽ അയക്കാൻ പോകുന്നതെന്ന് ദൈവം വ്യക്തമായിട്ട് അവരോട് പറയുക. ഇന്ന് രാത്രികാലം അതിനകത്തൊരു ദൂതനെ പറയട്ടെ, എവിടെയാണോ നീ അനുഭവിച്ചത്, എവിടെയാണോ വേദന അനുഭവിച്ചത്, എവിടെയാണോ നിന്നെ അനുഭവിച്ചത്, അവിടെയാണ് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത്. അവിടെയാണ് ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നത്. അവിടെയാണ് ദൈവം നിന്നെ സഹായിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ അവിടേക്ക് വരാൻ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് യെരൂശലേമിൽ വരണമെന്നാണ് ദൈവത്തിന് ആഗ്രഹം. ഒരു കുടുംബം യെരൂശലേം വിട്ടുപോയി. അതാരാന്നറിയാമോ? എമ്മൂസിലേക്ക് പോയ ഒരു കുടുംബം. സ്തോത്രം. ദൈവത്തിനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ? അവരും ഈ കൂട്ടത്തിൽ ഇരിക്കണം. ദൈവത്തിൻ്റെ തീ അവളുടെ മേൽ വീഴണം. അതുകൊണ്ട് ദൈവം അവരെ വിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന് ആഗ്രഹമുള്ളവരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊണ്ടുവരത്തുള്ളൂ. ദൈവത്തിന് ആഗ്രഹമുള്ളവർ ആമേൻ പ്രൈസ് ദി ലോർഡ്, ദൈവം എങ്ങനെയൊക്കെ പോയാലും അവരെ തിരികെ കൊണ്ടുവന്ന് ആമേൻ തന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ അവൻ ഇരുത്തേണ്ടിടത്തിരുത്തുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവരെ എങ്ങനെയാ ദൈവം കൊണ്ടുവരുന്നത് അറിയാമോ? സ്തോത്രം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം വായിക്കുമ്പോൾ അവരെ എങ്ങനെയാ കൊണ്ടുവരുന്നത് ദൈവം? സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ 13-ാം വാക്യം വായിച്ചാൽ 24-ന്റെ എളുപ്പം വായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേര് യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ അവരൊരിക്കലും വിചാരിച്ചതല്ല യേശു ഇങ്ങനെ മരിക്കുമെന്ന്, ഇങ്ങനെ ക്രൂശിക്കപ്പെടുമെന്ന്, എന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് അവരെന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അവർ യെരൂശലേം വിട്ട് എന്ത് ചെയ്തു? ആമേൻ. ഹല്ലേലൂയ.
എമ്മുവസിലേക്ക് യാത്ര ചെയ്യുക. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട ദേശത്തേക്ക്, അവിടെ സ്വന്തം ദേശത്തേക്ക് യാത്ര ചെയ്യുക. ആ ദേശത്തുള്ളവരാരും വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെന്നുള്ള കാര്യം. സ്തോത്രം. എന്നാൽ അവിടേക്ക് ദൈവം ചെന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. അവരെ ഏത് നിലയിലാണ് തിരിച്ചു കൊണ്ടുവരുന്നതെന്നറിയാമോ? അതിന്റെ 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വായിച്ചാട്ടെ. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്നു. അവരൊരു മാളിക മുറിയിൽ വന്നു. അവരൊരു ഭവനത്തിനകത്ത് വന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച്, ആമേൻ, അവൻ അപ്പമെടുത്തു അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന്, ആമേൻ. അപ്പമെടുത്തപ്പോൾ കണ്ണു തുറന്നില്ല, അപ്പം നുറുക്കിയപ്പോൾ കണ്ണു തുറന്നില്ല. അപ്പമകത്ത് ചെന്നപ്പോൾ അവരുടെ കണ്ണെന്ത് ചെയ്തു? തുറന്നു എന്നാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം അതിന്റെ ശക്തിയോടുകൂടെ നിന്റെ അകത്തളത്തിലേക്കൊന്നിറങ്ങാമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ പോയിടത്ത് നിന്ന് ഇന്ന് രാത്രികാലം ദൈവം തമ്പുരാൻ നിന്നെ മടക്കി കൊണ്ടുവരാൻ പോകുക. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. നിന്റെ അകത്തളത്തിൽ ഈ തീ ഒന്ന് കത്തട്ടെ. നിന്റെ കണ്ണു തുറന്നാൽ ഇതുവരെ കാണാത്ത ചിലത് കാണാൻ പോകുക. ദൈവത്തിന്റെ വചനം പറഞ്ഞു വിടുന്നതല്ല, ദൈവത്തിന്റെ വചനം ചുമ്മാതെ ഒഴുക്കി വിടുന്നതല്ല. ഈ ദൈവത്തിന്റെ വചനം നിന്റെ അകത്തേക്ക് ഇറങ്ങട്ടെ, അകത്തളത്തിൽ ഒരു കത്തൽ ഉണ്ടാകട്ടെ. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രികാലം നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കട്ടെ. നമ്മുടെ അകത്തളത്തിൽ കണ്ണ് തുറക്കുക. കർത്താവ് ആരാണെന്ന് നിനക്ക് വെളിപ്പെടാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്ന് നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. സ്തോത്രം. അതിനുവേണ്ടി നിന്റെ കണ്ണ് തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ ആമേൻ വ്യക്തമായി നീ കാണാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. പിന്നെ അവരവിടെ ഇരുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അവര് പറയാണ്, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ആ നാഴിയെ കത്തിക്കഴിഞ്ഞപ്പോൾ വഴി തെളിഞ്ഞു. കത്തിക്കഴിഞ്ഞപ്പോൾ വഴി തെളിഞ്ഞു. എങ്ങോട്ടാ പോകേണ്ടതെന്ന്, ഹല്ലേലൂയ, വഴി തെളിഞ്ഞു. എങ്ങോട്ടാ നീങ്ങേണ്ടതെന്ന് വഴി തെളിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചെറുപ്പക്കാർ വഴിയറിയാതെ, ആമേൻ, അവരെ കണ്ണുകളെ അടച്ച് പിശാച് പല നിലകളിൽ അവരെ വഴി തെറ്റിച്ചു വിടുമ്പോൾ ഇന്ന് രാത്രികാലമകത്ത് ദൈവവചനം കത്തട്ടെ. ദൈവവചനം കേൾക്കിയല്ല, ഈ വചനം നിന്റെ അകത്ത് കത്തണം. കത്തിയ വഴി തെളിയും. നീ അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അവൻ ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ചോദിക്കട്ടെ, ഈ തീ നിന്റെ അകത്തുണ്ടോ? ഈ തീ നിന്റെ അകത്തുണ്ടോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. തണുപ്പ് വന്നപ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മെലീത്ത ദ്വീപിൽ തണുപ്പ് കൂടിയപ്പോൾ പൗലോസ് ആമേൻ തീ കൂട്ടാൻ വേണ്ടി വിറകെടുത്ത് കൊണ്ടുവരുമ്പോൾ തന്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. തണുപ്പ് ആമേൻ പുറത്തുണ്ട്. സ്തോത്രം. എന്നാൽ ആ പാമ്പിനെ കുടഞ്ഞ് തീയിലിട്ടു. ആമേൻ. പൗലോസിന് ഒന്നും പറ്റിയില്ല. കാരണം എന്താണെന്നറിയാമോ? പുറത്ത് തണുപ്പാണെങ്കിൽ പൗലോസിന്റെ അകത്തൊരു തീയുണ്ട്. യെസ്, ഹല്ലേലൂയ. അകത്ത് തീയുണ്ടോ? ദൈവഹിതമല്ലാത്തത് ഒന്നും നിന്നെ ഏശത്തില്ല. ദൈവഹിതമല്ലാത്ത ഒന്നും നിന്നെ ഏശത്തില്ല. അകത്തൊരു തീയുണ്ടോ? നീ കുടഞ്ഞ ചിലതിനെ തീരിടാൻ പോകുക. പുറത്ത് തണുപ്പാണെങ്കിലും നിന്റെ അകത്തളത്തിൽ ഒരു തീയുണ്ട്. ആത്മീയ തണുപ്പ് മാറട്ടെ, ഒരു തീ അകത്ത് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമല്ലാത്ത ഒന്നും നിന്റെ മേൽ വരികയില്ല.
നിന്നെ ഒരു പാമ്പ് ചുറ്റത്തില്ല. നിനക്കെതിരെ വരുന്നൊരു ആയുധം ഫലിക്കയില്ല. നീ അതിനെ കുടഞ്ഞ് തീരിടാൻ പോകുന്ന രാത്രി ഒരാത്മപ്രവൃത്തി ഇന്ന് രാത്രികാലം നമ്മുടെ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരാത്മപ്രവൃത്തി നമ്മുടെ വ്യക്തിയിലേക്ക് കടന്നു വരികയാ. നമ്മുടെ അകത്തൊരു താപേ തീയുണ്ടോ? ദൈവസഭയിലെ തീ അണഞ്ഞു കിടക്കുക. എന്നാൽ ഈ രാത്രിയിൽ പെന്തക്കോസ് നാളിൽ കത്തിയതുപോലെ ഇന്ന് രാത്രി നമ്മുടെ അകത്തറ കത്തട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. തീ കത്തിയാൽ നീ നാവെടുത്ത് സംസാരിക്കും. ദാവീദ് അതാ പറഞ്ഞ, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ഇന്ന് രാത്രികാലം സംസാരിക്കും. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ സംസാരിക്കും. ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ സംസാരിക്കും. ഇന്ന് രാത്രികാലം ദൈവസന്നിധി മിണ്ടാതിരുന്നു, ഭാരത്തോടെയായിരുന്നു. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. Praise the Lord, hallelujah. ആമേൻ, ആമേൻ, ആമേൻ. തണുത്തിരുന്നാൽ നിന്നെ തകർക്കേണ്ട ചിലത് നിന്നെ ചുറ്റി വരിയും. Praise the Lord. എന്നാൽ രാത്രികാലം അകത്ത് ചൂടുണ്ടെങ്കിൽ അതിനെ കുടഞ്ഞ് തീരിടട്ടെ. സിംസോൻ ഒന്ന് കൊടയാൻ എഴുന്നേറ്റതോ, പക്ഷെ പറ്റിയില്ല. Praise the Lord. പൗലോസ് കൊടഞ്ഞപ്പോൾ അത് തീ വീണു. സിംസോൻ കൊടഞ്ഞപ്പോൾ സിംസോനെ ശത്രു വലയത്തിലാക്കി. സ്തോത്രം. Praise the Lord, praise the Lord, hallelujah. രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, പൗലോസിനെ തകർക്കുവാൻ, പൗലോസിനെ ഇല്ലായ്മയാക്കുവാൻ നീ റോമിൽ എത്തുകയില്ല. ആമേൻ. പൗലോസ് എന്താ, പിശാച് എന്താ പറഞ്ഞറിയാം? അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 23:11 വായിച്ചാട്ട്. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവുന്നു എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവിക വാഗ്ദത്തം ദൈവം പൗലോസിന് കൊടുക്കുക. നീ എവിടെ എത്തും? റോമിലെത്തും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ ശത്രു തന്റെ മേൽ തനിക്കെതിരെ എഴുന്നേറ്റു. 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്തു. കേട്ടോ, ജനം എഴുന്നേറ്റ് കൊന്നുകളയാൻ, പാമ്പ് കൈ ചുറ്റി കൊന്നുകളയാൻ, കപ്പല് തകർന്നു കൊന്നുകളയുവാൻ. സ്തോത്രം. എന്തിനാ? റോമിൽ എത്തിക്കയില്ല എന്ന് പിശാച് എന്ത് ചെയ്യാ? വെല്ലുവിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയാ, ചുമ്മാതെ നടക്കുന്നവന്റെ പിന്നാലെ പിശാചില്ല, ചുമ്മാതെ ഇരിക്കുന്നവന്റെ പിന്നാലെ പിശാചില്ല. ഏതവന്റെ മേലായി തീ വീണത്, ഏതവന്റെ മേലായി വാഗ്ദത്തമുള്ളത്, അവന്റെ പിന്നാലെയാണ് പിശാച്. ഹല്ലേലൂയ. Praise the Lord. എന്താ? അവനെ എത്തിക്കയില്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവവൈതലേ, നിന്നെ എത്തിക്കയില്ലെന്ന് വെല്ലുവിളിക്കുന്നവന്റെ മുമ്പിൽ ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഉപസിച്ചാലും, സ്തോത്രം, നിന്റെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നൊരു ദൈവം ഇന്ന് രാത്രികാലമുണ്ട്. ആമേൻ. നിന്റെ അകത്തൊരു തീയുണ്ട്.
ആമേൻ ആമേൻ എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറയുകയാണ്, ആമേ നിന്നെ എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിക്കും. ഹല്ലേലൂയ. നിന്നെ മാനിക്കേണ്ടിടത്ത് ഞാൻ മാനിക്കും. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ പ്ലാൻ ചെറുതൊന്നുമല്ല, ആ പ്ലാൻ വലിയ കാര്യമാണ്. സ്തോത്രം. എന്റെ നാമത്തിന് വേണ്ടി ശക്തമായി ശോഭിച്ചു നിൽക്കുന്ന ഒരനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി വെളിപ്പെടുത്തുകയാ. സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, എത്തിക്കത്തില്ലെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നിന്നെ എത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ 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 ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ അവിടെ വ്യക്തമായിട്ട് പറയുക. പൗലോസിനെ തകർത്ത് കളയുവാൻ കപ്പലിളക്കി നോക്കി, പാമ്പിനെ വിട്ടു നോക്കി. സ്തോത്രം. ആമേൻ. ജനം എഴുന്നേറ്റ് ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. സ്തോത്രം. 28-ാം അധ്യായം നമ്മൾ 1-ാം വാക്യം വായിക്കുമ്പോൾ രക്ഷപ്പെട്ട ശേഷം രക്ഷപ്പെട്ടു. എവിടെ? അവിടെ വായിക്കുകയാണ് രക്ഷപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം എന്തോ? രക്ഷപ്പെടുകയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വ്യക്തമായി ഹല്ലേലൂയ നമ്മുടെ മധ്യയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ചില ജീവിതങ്ങളെ ഇന്ന് രാത്രികാലം ദൈവം തമ്പുരാൻ ആ ആത്മീയ തീയിലേക്കൊന്ന് ഇറക്കേണ്ടതിനായി, ആത്മീയ അനുഭവത്തിലേക്കൊന്ന് ഇറക്കേണ്ടതിനായി ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോകുക. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ തീ അകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. പക്ഷെ വെളിച്ചപ്പാടത്തി പറയും, ഇവന്റെ അകത്തെന്തുണ്ട്? ഇവന്റെ അകത്തെന്തുണ്ട്? ഒരു തീയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതാ പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ ദാസന്മാർ ഇവരാരാ? ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ രക്ഷയെ അറിയിക്കുന്നവർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് തിരിച്ചറിയത്തില്ല, ശത്രുവിന് തിരിച്ചറിയാം നിന്റെ അകത്തളത്തിൽ ഒരു തീയുണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാട്ടുകാർ പറയണം. സ്തോത്രം. ചുറ്റുപാടുമുള്ളവർ പറയണം. പ്രൈസ് ദി ലോർഡ്. അയലത്തുകാർ പറയണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്തൊരു തീയുണ്ട്. ഹല്ലേലൂയ. നിന്റെ അകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. നിന്റെ ഭവനത്തിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രികാലം അത് പറയണം. ഞങ്ങള്, എൻ്റെ വൈഫ് കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിശ്വാസത്തിനെതിരായി ഏറ്റവും കൂടുതൽ നിന്നത്, സ്തോത്രം, എൻ്റെ കൊച്ചമ്മയാണ്. വിവാഹം കഴിഞ്ഞ വിശ്വാസത്തിനെതിരായിട്ടും വിവാഹ ജീവിതത്തിനെതിരായിട്ടും കുടുംബ ജീവിതത്തിനെതിരായിട്ടും ഒക്കെ എൻ്റെ ഭാര്യയോടും ഒക്കെ പല നിലകളിൽ അവരെല്ലാം വിവാഹത്തിന് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ അതിന് ശേഷം ഞങ്ങൾക്കെതിരായിട്ട് നിന്നത് ആ വ്യക്തിയാണ്. അവർ പലപ്പോഴും പറയുമായിരുന്നു, ഞങ്ങളുടെ ഓച്ചറ വല്യച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു തലമുറയെ തരികയില്ല. സ്തോത്രം. അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു തലമുറയെ തരത്തില്ല. സ്തോത്രം. നമ്മുടെ ഭാവി ഇദ്ദേഹത്തിന്റെ കയ്യിലാണോ? നമുക്കുള്ള വിടുതൽ അദ്ദേഹത്തിന്റെ കയ്യിലാണോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും ആരുടെ കയ്യിലല്ല? ആളുടെ കയ്യിലല്ല. ശിശു എന്ന് പറഞ്ഞ ആളുടെ കയ്യിലല്ല.
ആമേൻ. ഇന്ന് രാത്രികാലം പറയട്ടെ, എൻ്റെ ഭാവി ഒരു പിശാചിന്റെ കയ്യിലുമല്ല, എൻ്റെ ഭാവി ഒരു വ്യക്തിയുടെ കയ്യിലല്ല, എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലാ. ആമേൻ. അവൻ എൻ്റെ അകത്തൊരു തീയിട്ടിട്ടുണ്ട്. ആ തീ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ തീ എന്നെ നന്മയിലേക്ക് മടക്കിക്കൊണ്ടുവരും. എന്നെ ഞാൻ ആകേണ്ട വഴിയിലേക്ക് കൊണ്ടുവരും. ആ വഴി എനിക്ക് വേണ്ടി തുറക്കും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ കൊച്ചമ്മ പറഞ്ഞതിൻ്റെ പിറ്റേ മാസം എൻ്റെ ഭാര്യ ഗർഭിണിയായി കേട്ടോ. നിന്നെ എത്തിക്കത്തില്ല, നന്നാക്കത്തില്ല, നീ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ, നീ ഇങ്ങനെ ആകത്തേ ഉള്ളൂ എന്ന് ശത്രു പറയുന്നിടത്ത് ഈ നിന്റെ അകത്തളത്തിൽ ഈ തീ വീണിട്ടുണ്ടെങ്കിൽ ആ തീ നിന്നിൽ കൂടെ നിന്റെ ഭവനത്തിൽ കത്തുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിന്റെ തലമുറയിൽ കത്തുമെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓബദ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഓബദ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഓബദ്യാവിന്റെ പുസ്തകം അതിന്റെ 17-18 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. തങ്ങളുടെ അവകാശത്തെ എന്ത് ചെയ്യും? കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തീയും യാക്കോബ് ഗൃഹം തീയും, യോസേഫ് ഗൃഹം ജ്വാലയും, ഏശാവ് ഗൃഹം താളയുടെയും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം, അവരവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. അവരവരെ കത്തിച്ചെന്ത് ചെയ്യും? ചാമ്പലാക്കും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പുണ്ടാകുകയില്ല. ഏശാവ് ഗൃഹത്തിന് എന്ത് ഉണ്ടാകുകയില്ല? ശേഷിപ്പുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അധ്യായം എല്ലാവരും എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ, ശ്രദ്ധിച്ച്. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിതഗണമുണ്ടായിരിക്കും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തീയും, യോസഫ് ഗൃഹം ജ്വാലയും, ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പുണ്ടാകുകയില്ല. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. തെക്കേ ദേശക്കാർ അവരുടെ അവകാശം എന്ത് ചെയ്യും? എങ്ങനെ എഴുതിയിരിക്കുന്നേ? ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പുണ്ടാകുകയില്ല, യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഇന്നലെ ഞാൻ യാക്കോബിന്റെ കാര്യം പറഞ്ഞതാ. ചില കാര്യങ്ങൾ യാക്കോബിന്റെ പേര് മാറി. സ്തോത്രം. യാക്കോബിന്റെ പേര് മാറി. പേര് മാത്രം മാറിയ പോരാ, ആളും കൂടെ മാറണം. ആള് മാറി എന്തായി? തീയായി മാറി. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നത്, പേര് മാറിയ പോരാ, ആള് മാറണം. ആള് മാറാമെങ്കിൽ അകത്തൊരു തീ കത്തും. സ്തോത്രം. ആ തീ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല, അത് തലമുറയിലേക്ക് വരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് കത്താമോ, നമ്മളൊന്ന് ആരാധിക്കാമോ, നമ്മളൊന്ന് സ്തുതിക്കാമോ, നമ്മൾ കർത്താവിന് വേണ്ടി കത്താനൊന്ന് നിൽക്കാമോ? ഇന്ന് രാത്രികാലം നമ്മളെ വിട്ടുപോയ തലമുറയിൽ ആ തീ കത്തുമെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ദൈവസഭയിൽ വരേണ്ട തലമുറ, ദൈവസഭയിൽ വരേണ്ട വ്യക്തികളുടെ മേൽ ആ തീ വെളിപ്പെടും. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. യേശാവിന്റെ ശക്തി അതിനെ കൈവശമാക്കുമ്പോൾ ഇന്ന് രാത്രികാലം നിന്റെ നന്മയെ കൈവശമാക്കി വെച്ചിരിക്കുന്ന യേശാവിന്റെ ശക്തി നിന്റെ തീയാൽ കത്തി അത് ചാമ്പലാകും. നിന്റെ അവകാശത്തെ നീ കൈവശമാക്കും. ഇന്ന് രാത്രികാലം പറയാം, ഒരു വലിയ വെളിപ്പാടുള്ള വചനമാണ്. സ്തോത്രം.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. 127 സങ്കീർത്തനം വായിക്കുന്നുണ്ട്. മക്കള് യഹോവ തരുന്ന അവകാശമാണ്. സ്തോത്രം. 125 സങ്കീർത്തനം പറയുന്നുണ്ട്, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. യേശാവിന്റെ കൈവശമായിരിക്കുന്ന ചില നന്മകളുണ്ട് രാത്രികാലം. അത് നമ്മുടെ തലമുറയായാലും അത് നമ്മുടെ അവകാശമാണ്. ഇന്ന് രാത്രിയില് ദൈവം പറയാണ്, നീ ഒന്ന് മാറിയാൽ, ഒരു മാറ്റത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേ, ആ തീ നിന്റെ തലമുറയിലേക്ക് വരിക. ഒരുമിച്ച് ചേർന്ന് യേശാവിന്റെ ശക്തിയെ കത്തിക്കാൻ പോകുകയെന്ന് രാത്രി. നമ്മുടെ അവകാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന ചില വിഷയം നമ്മുടെ അവകാശമാണ്. നമ്മുടെ തലമുറ നമ്മുടെ അവകാശമാണ്. മക്കള് നമ്മുടെ അവകാശമാ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തലമുറ മടങ്ങി വരികയാ. നമ്മളൊന്ന് മാറാൻ ആഗ്രഹിക്കാമോ? ഒരു മാറ്റത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശാവിന്റെ കയ്യിൽ നിന്ന് അവകാശം ഇന്ന് രാത്രികാലം മടക്കി വാങ്ങിക്കാൻ പോകുക. വിശ്വാസത്തോടെ നിങ്ങളുടെ അകത്തളത്തിൽ ദൈവാത്മാവ് അങ്ങനെ ഒരു അനുഭവം തരുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറ, എന്റെ തലമുറയുടെ നന്മ എന്റെ അവകാശമാ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒരിക്കൽ പേര് മാറിയെങ്കിൽ ഇന്ന് രാത്രികാലം ആള് മാറിയാൽ ഓ പ്രൈസ് ദി ലോർഡ്, നിന്റെ അവകാശം നിന്റെ കയ്യിലേക്ക് വരികയാ. നിന്റെ വിടുതൽ നിന്റെ കയ്യിലേക്ക് വരികയാ. Praise the Lord. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അവകാശത്തെ കൈവശമാക്കും. അവരുടെ ശക്തിയെ നീ കത്തിച്ചെന്ത് ചെയ്യും? ചാമ്പലാക്കി കളയും. സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ശത്രുവിന്റെ ചില മേഖലകൾ കത്തിച്ചാമ്പലാകും. നിന്റെ അവകാശത്തെ ദൈവം ആമേൻ ഹല്ലേലൂയ മടക്കി തരുന്ന രാത്രികാലമാകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹോശേയയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം കൂടെ വായിക്കാം. എഫ്രയീം മെരുക്കമുള്ളതും മോളെ നീ വായിക്കുന്നതൊക്കെ നല്ലത്. എനിക്ക് എന്റെ സങ്കടം ഇന്നലെ മുതലേ ഞാൻ പറഞ്ഞതാ, നിന്നെ ഈ ദിവസങ്ങളെ തീയാക്കി നിർത്തിയിരിക്കുക. ഓക്കെ, ഒന്നുകൂടെ ശക്തിയോടെ. എഫ്രയീം മെരുക്കമുള്ളതും ധാന്യം മെതിക്കുവാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു. ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ നുകം വെക്കും. ഞാൻ എഫ്രയീമിനെ നുകത്തിൽ പിണയ്ക്കും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ടയുടയുകയും ചെയ്യേണ്ടി വരും. യഹൂദ ഉഴുകയും യാക്കോബ് കട്ടയുടയുകയും ചെയ്യേണ്ടി വരും. സ്തോത്രം. ആള് മാറിയ യാക്കോബ് തീയായി മാറി. സ്തോത്രം. ആ തീ തന്റെ തലമുറയിലേക്ക് വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ തീ എവിടാ സ്റ്റക്കായി നിൽക്കുന്നതെന്ന് ഇന്ന് രാത്രികാലം ചിന്തിച്ചുകൊണ്ട് ദൈവ പൈതലേ,
അത് നമ്മളിലേക്ക് വീണ്ടും കത്തേണ്ടതിനായി ഇന്ന് രാത്രികാലം നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഇവിടെ ആമേ തീയായ യാക്കോബ്, ആളുമാറിയ യാക്കോബ്, ആമേ മൂന്നാമത് ആമേ കട്ട ഉടച്ച് എന്ത് ചെയ്യുന്നു? ആമേ നിരത്തുന്ന യാക്കോബ്. സ്തോത്രം. ആമേൻ. 65 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഭൂമിയെ എന്ത് ചെയ്യുന്നു? സന്ദർശിച്ച് നനയ്ക്കുന്നു. അതിൻ്റെ കട്ടയെ എന്ത് ചെയ്യുന്നു? ആമേ ഉട്ടയ്ക്കുന്നു. സ്തോത്രം. അതിനകത്തുള്ള മുളയെ ദൈവം എന്ത് ചെയ്യുന്നു? പുറത്തു കൊണ്ടുവരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ചിലത് ഉഴുത് മറയ്ക്കുകയും കട്ട ഉടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവാത്മാ പറയുക, ചില മുള ആമേൻ ഹല്ലേലൂയ ആമേൻ നിനക്ക് വേണ്ടി വെളിപ്പെടേണ്ട ചില മുളകൾ അതകത്തിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രികാലം കട്ട ഉടയ്ക്കാമോ? തീ അകത്തു വന്ന ദൈവത്തിന്റെ പൈതൽ കട്ട ഉടയ്ക്കുവാൻ തയ്യാറായാൽ ആമേ ചില മുളകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയില്ലയോ? അങ്ങനല്ലേ കിടക്കുന്നു? വായിച്ചാട്ടെ. 11 വാക്യം. എഫ്രൈം മെരുക്കമുള്ളത്. അല്ലല്ല, 65 സങ്കീർത്തനം. നീ ആ ആ ആ 9 വാക്യം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ആ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആ ആ ആ ആ ആ അനുഗ്രഹിക്കുന്നു. അടുത്ത അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. ചില സന്ദർശനങ്ങളൊക്കെ വരുന്നത് വേദനിപ്പിക്കാനല്ല കേട്ടോ, നമ്മളെ നശിപ്പിക്കാനല്ല. ചില സന്ദർശനം വരുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ആമേൻ. ഈ സന്ദർശനം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉണങ്ങി വരണ്ട് കിടന്ന, ഒരു പ്രയോജനമില്ലാതെ കിടന്ന, ഒരു ഹല്ലേലൂയ മുന്നേറ്റമില്ലാതെ കിടന്ന ഭൂമിയെ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്നു? അതിനെ നനയ്ക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിലെ ഉഴവുചാലുകളെ എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു. അതിൻ്റെ കട്ടയെ എന്ത് ചെയ്യുന്നു? ഉടച്ചു നിരത്തുന്നു. സ്തോത്രം. മഴയാൽ അതിനെ എന്ത് ചെയ്യുന്നു? കുതിർക്കുന്നു. സ്തോത്രം. അതിൻ്റെ മുളയെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവ ഉപവാസ പ്രാർത്ഥനയിൽ ആ നിലയിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ടാ ആമേ ഇന്ന് രാത്രികാലം കൊണ്ടുവന്നിരിക്കുന്ന. സ്തോത്രം. അടുത്ത വാക്യം. ഹല്ലേലൂയ. നീ സംവത്സരങ്ങളെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ എന്ത് ചെയ്യുന്നു? പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവയാർക്കുകയും പാടുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം ഒരു ഭാരത്തോടെയാണെങ്കിൽ അതിന്റെ അവസാനം ഒരു വലിയ സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാ. മൂടപ്പെട്ട് കിടക്കുന്ന ചില നന്മയെ പുറത്തു കൊണ്ടുവരികയാ. അടിയിൽ കിടക്കുന്ന ചില മുളയെ പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആളുമാറി യാക്കോബ്, പേരുമാറി യാക്കോബ്, ആളുമാറി, തീയായി മാറി. ആമേ ശത്രുവിൻ്റെ ശക്തിയെ ആമേ തകർത്ത് കളഞ്ഞു. ചില കട്ടകളെ എന്ത് ചെയ്തു? ഉടച്ച് നിരത്തി അതിൻ്റെ മുളകളെ എന്ത് ചെയ്യുന്നു? പുറത്തു കൊണ്ടുവരുന്നു. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ദൈവദാസനെ ഞാൻ വ്യക്തമായിട്ട് പറയുക, നമുക്കുള്ള മുള ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥന അതാണ് സംഭവിക്കുന്നത്. കട്ട ഉടച്ച് നിരത്തപ്പെടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണെന്ന് ദൈവം പറയുന്നേ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒരു ദിവസത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ 1000 ദിവസത്തേക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ 40 ദിവസം മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിലായിരുന്നു. പുറപ്പാട് പുസ്തകം 19 വായിക്കുമ്പോൾ ആമേ ദൈവം ഇറങ്ങി വരുന്നത് അന്ന് എങ്ങനെയാണെന്നറിയാമോ? ഒരു തീയായിട്ട് ഇറങ്ങി വരുന്നേ. എവിടെ?
എവിടെ? സീനായി മലയിൽ. ആ തീയിലേക്ക് ആരെ വിളിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ദാസനായ മോശയെ വിളിച്ചു. ആമേൻ. മറ്റുള്ള ജനത്തോട് പറയണം, പർവ്വതത്തെ തൊട്ടാൽ നീ കത്തിച്ചാമ്പലാകും, പക്ഷെ നീ എൻ്റെ അടുക്കൽ വരണം. എവിടെ? ആ തീയിൽ വരണം. സ്തോത്രം. അപ്പോൾ ആ തീക്കകത്ത് ആരുണ്ട്? ദൈവമുണ്ട്, മോശയുണ്ട്. സ്തോത്രം. അതിനാണ് ഒരു അഗ്നി പ്രമാണം കൊടുത്തു എന്ന് നമ്മൾ അവിടെ വായിക്കുന്ന. സ്തോത്രം. എന്നാൽ നിങ്ങൾക്കറിയാമോ, 40 ദിവസം ഹല്ലേലൂയ കഴിഞ്ഞപ്പോൾ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാ. സ്തോത്രം. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയെ നോക്കാൻ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ആമേൻ. മോശ എവിടായിരുന്നു? ആ തീയിലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മോശയെ കണ്ടപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്യുക? മുഖത്ത് ഹല്ലേലൂയ ആമേൻ കൈവച്ച് ആമേൻ സ്തോത്രം നിൽക്കുക. എന്താ? മോശയുടെ മുഖത്ത് നിന്ന് ആ തേജസ് കണ്ടപ്പോൾ ജനത്തിന് നോക്കാൻ കഴിഞ്ഞില്ലെന്ന. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ നിൽക്കുമ്പോൾ നിനക്ക് കാണാൻ പറ്റാത്തൊരു ശോഭ നിന്റെ മുഖത്തുണ്ടെന്ന് മറ്റുള്ളവർ കാണാൻ പോകുക. മറ്റാർക്കും കാണാത്തൊരു വിടുതൽ ഇന്ന് രാത്രികാലം നിന്റെ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണമുള്ളൊരു വിടുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തരാൻ പോകുക. സ്തോത്രം. ആമേൻ. നീ എവിടായിരുന്നു? ഹല്ലേലൂയ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നുവെന്ന് മറ്റുള്ളവർ കാണത്തക്കവണ്ണം ആമേൻ ഒരു വിടുതൽ ദിവസങ്ങളിൽ നിന്റെ മേൽ എന്റെ ദൈവം തരാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. മറ്റുള്ളവർ കാണട്ടെ നിന്റെ മുഖത്തൊരു ശോഭയുണ്ട്. മറ്റുള്ളവർ കാണട്ടെ നിന്റെ മേലൊരു വിടുതൽ വരുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?